ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. യെസ് സർ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന കാര്യമായിട്ടുള്ള ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ബേസ് ചെയ്ത് ഇന്ത്യയിലെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു കാരണം ട്രംപിനെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വീണ്ടും ചൈന അല്ലെങ്കിൽ ചൈനയും US തമ്മിലുള്ള ഒരു ഓപ്പൺ ആയിട്ടൊരു ട്രേഡ് വാറിന് തന്നെയാണ് അതിന്റെ ഒരു തോത് വർദ്ധിച്ചിരിക്കുകയാണ്. 245% ഇന്നലെ വന്ന കണക്കുകൾ അനുസരിച്ച് ചൈനീസ് ഗുഡ്സിന് മേൽ US ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിലെടുത്ത് പറയേണ്ടുന്നത്, അതായത് ഒരു ട്രേഡ് വാറിന് US താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു നെഗോഷിയേഷൻ തുടങ്ങണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചൈനയുടെ ഭാഗത്ത് നിന്നായിരിക്കണമെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ട്രേഡ് വാറിനൊപ്പത്തിൽ ഈഗോ കൂടി അവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സർ, ഈ ഒരു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്ന ഈ ഒരു ചൈനീസ് ഗുഡ്സിന് മേലെയുള്ള ഒരു ഇമ്പോർട്ട് എങ്ങനെയായിരിക്കും ഒരു ട്രേഡ് ഇക്വേഷൻസിനെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ട്രേഡ് ഇക്വേഷൻസിനെ ബാധിക്കുക? അനില, നമ്മൾ ഈ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ജിയോ എക്കണോമിക് സിറ്റുവേഷൻസ് നമ്മൾ എന്തുകൊണ്ട് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, ആക്ച്വലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാത്തതിനെക്കാട്ടിലും കൂടുതൽ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ എന്നാണ്. അതായത് ഇനി എന്താണോ നടക്കാൻ പോകുന്നത് അതായിരിക്കും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരുമാതിരി എല്ലാ ബ്രോക്കറേജുകളിലും റിപ്പോർട്ടുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും FY26 ഏർണിങ്സിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോർവേഡ് ലുക്കിംഗ് ഫോർവേഡ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ, അതായത് മാർക്കറ്റ് എപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതായത് ഇനി അങ്ങോട്ട് എന്ത് നടക്കുന്നില്ല. അതായത് അതിൽ നിന്ന് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. ഈ പ്രിമൈസസ്, ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ട്രേഡ് സെറ്റപ്പ് അല്ലെങ്കിൽ US എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഫെഡ് എന്ത് ചെയ്യുന്നു, കറൻസിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി എങ്ങനെയായിരിക്കാം അതിൻ്റെ മൂവ്മെന്റ്, അതനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. ഇത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്കണോമിയെക്കുറിച്ച് ഒരു അനലൈസിങ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ട്രംപ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പം നമ്മൾ ആലോചിക്കുക, ട്രംപ് വന്നു, ചാർജ് എടുത്തു, ടാരിഫ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ടാരിഫിൽ ഒരുമാതിരി എല്ലാ കൺട്രിയും വന്നു. കൺട്രി സ്പെസിഫിക് ആയിരുന്നു, സെക്ടർ സ്പെസിഫിക് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ വെച്ചു. അതിനനുസരിച്ച് മാർക്കറ്റ്സ് റെസ്പോണ്ട് ചെയ്തു. അതിന് ഒരു ഒരു റെസിപ്രോക്കൽ എന്ന രീതിയിൽ, റിട്ടാലിയേറ്ററി ടാരിഫ് എന്നുള്ള രീതിയിൽ ചൈന തിരിച്ച് ഇംപ്ലിമെന്റ് ചെയ്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിന് ഒരു റെസിപ്രോക്കൽ എന്ന രീതിയിൽ, റിട്ടാലിയേറ്ററി ടാരിഫ് എന്ന രീതിയിൽ ചൈന തിരിച്ചു വെക്കുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഗേഴ്സ് ഇൻക്രീസ് ചെയ്ത് ഇപ്പം നമ്മളൊരു അസ്ട്രോണമിക്കൽ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിന്റെ കൂടെ നമ്മളിപ്പോ ചൈന പറഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾ കൂട്ടുന്ന പ്രശ്നമില്ല. കാരണം 100ന് മുകളിൽ പോയപ്പോൾ തന്നെ അമേരിക്കൻ ഇമ്പോർട്ട്സിന് ചൈനയിൽ സ്ഥാനമില്ലാതെയായി. ഇനി ഞങ്ങൾ വെറുതെ ഫിഗർ കൂട്ടിയിട്ട് കാര്യമില്ല. ഏതായാലും ചൈനീസ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം US ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വയബിൾ അല്ലാത്ത ലെവലിലേക്ക് എത്തിയത് കാരണം, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇനി ചെയ്തിട്ട് അർത്ഥമില്ല. അത് വെറുതെ ഒരു നമ്പേഴ്സ് ഗെയിമിൽ മാത്രമേ ഈഗോ ക്ലാഷ് മാത്രമേ നടന്നുള്ളൂ. ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ചൈന എടുത്തേക്കണമെന്നല്ല. അതിന്റെ കൂടെ തന്നെ ഇന്നലെ മാർക്കറ്റിൽ വന്ന കമന്ററി എന്താണ്, അതിന് മുമ്പായിട്ട് നമ്മൾ ട്രംപ് ഏതാണ്ട് 90 ഡേയ്സ് ഒരു മൊറട്ടോറിയം പീരീഡ് മറ്റുള്ള കൺട്രീസിന് പറഞ്ഞു. എന്നാൽ ചൈനയ്ക്ക് അത് എക്സംഷൻ കൊടുത്തിട്ടുമില്ല. ഇത് കൂടാതെ ഇന്നലെ ഫെഡിന്റെ ജെറോം പവലിന്റെ സ്റ്റേറ്റ്മെന്റിലും പറയുന്നുണ്ട്, ടെമ്പററി ആയിട്ട് ട്രേഡിനെ അഫക്ട് ചെയ്തേക്കാം, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് ടാരിഫിന്റെ ഇമ്പാക്ട്. അത് കാരണം തന്നെ ടെമ്പററി ആയിട്ട് ഇൻഫ്ലേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്കത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ള ഇൻഫർമേഷൻ, ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തു അല്ലെ. മാർക്കറ്റ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിനനുസരിച്ച് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇന്നലെ വന്ന ഒരു ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, ഈ 90 ഡേയ്സ് മൊറട്ടോറിയം ആണെങ്കിൽ ഏതാണ്ട് ഗ്ലോബൽ ട്രേഡിന്റെ ഒരു 0.2% കംപ്രസ്ഡ് ആവും. റൈറ്റ്. ഇനി അല്ല, 90 ഡേയ്സ് ടാരിഫ് കഴിഞ്ഞിട്ടും ഈ വക ടാരിഫുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് അമേരിക്ക മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1.5% ഓഫ് ഗ്ലോബൽ ട്രേഡിനെ വരെ അഫക്ട് ചെയ്തേക്കാം. അപ്പൊ ആ ന്യൂസും പുറത്തു വന്നു എന്നുള്ള. ഞാൻ ഇതെന്തുകൊണ്ട് ഓരോ ന്യൂസ് പുറത്തു വന്നു വെച്ചാൽ, ഈ ന്യൂസ് പുറത്തു വരുന്നതിനനുസരിച്ചാണല്ലോ മാർക്കറ്റുകൾ, ഗ്ലോബൽ മാർക്കറ്റുകൾ അല്ലെ US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഡിസ്കൗണ്ട് ചെയ്തു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മെയിൻലി ഡിസ്കൗണ്ട് ചെയ്യുന്നത് മിക്കവാറും ഫെഡ് പോളിസിയിൽ ചേഞ്ച് വരുത്തില്ല എന്നുള്ളതും ഗ്ലോബൽ GDPയുടെ ഫിഗേഴ്സുമായിരിക്കാം ഇപ്പൊ ഇതിലേക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇനിയിപ്പോ നമുക്ക് വരുന്ന ഒരു ലോങ് ഹോളിഡേ ആണ്.
ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ കഴിഞ്ഞിട്ട് നമ്മൾ മൺഡേ ആണ് ഇനി ഓപ്പൺ ചെയ്യുള്ളൂ. ഇനി ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി എല്ലാ നെഗറ്റീവ് ന്യൂസും പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് മാർക്കറ്റിൽ ബുള്ളിഷ് ആണെന്നുള്ള രീതിയിലല്ല ഞാൻ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുക. അതായത് ചൈന ഇനി പറയുന്നത് എന്താ, ഞങ്ങൾ ഇനി ഒരു റിട്ടാലിയേറ്ററി ടാരിഫ് ഞങ്ങൾ ഇനി വയ്ക്കില്ല, ഞങ്ങൾ ഇനി ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തു. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ചൈനീസ് അംബാസിഡർ ടു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയെയാണ് അതിനകത്ത് കൊണ്ടുവന്നത്. അതായത് ട്രേഡ് നന്നായിട്ട് അറിയാം, നെഗോസിയേഷൻ സ്കിൽസ് ഉള്ള ഒരു ഡിപ്ലോമാറ്റിനെയാണ് അവിടെ കീപ്പ് ചെയ്തത്. യുഎസിനോടും അവർ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളും ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ടിലേക്ക് ഒരു ആ വ്യക്തിയെ കൊണ്ടുവരൂ, എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരത്തിലേക്ക് പോവാം. ഇവിടെ ചൈനയും യുഎസും തമ്മിലുള്ള ദൂരം വെറും ഒരു ഈഗോ മാത്രമാണ്. അതിൽ ആരാദ്യം ബ്ലിങ്ക് ചെയ്യുന്നുള്ളതാണ്. ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ ട്രേഡ് ടോക്ക് തുടങ്ങുകയാണ് എന്നുള്ളതാണ് അർത്ഥം. ഒരു സൈഡിൽ കൂടി യുഎസ് പറഞ്ഞു വെക്കുന്നത് ഫ്രണ്ട്ലി രാജ്യങ്ങളായിട്ട്, ഈ ഫ്രണ്ട്ലി രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ജപ്പാൻ എന്തുകൊണ്ട് ഫ്രണ്ട്ലി ആയെന്ന് വെച്ചാൽ ജപ്പാനായിട്ട് നല്ല റിലേഷൻ യുഎസിനുണ്ട്. അതുകൂടാതെ ജപ്പാൻ ഈസ് ദ ലാർജസ്റ്റ് ഹോൾഡർ ഓഫ് യുഎസ് ബോണ്ട്സ്. അപ്പൊ അതുകൊണ്ട് ജപ്പാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് യുഎസ് എക്കണോമിയെ സംബന്ധിച്ചോളം. ജപ്പാൻ, രണ്ടാമതുള്ള ഫ്രണ്ട്ലി കൺട്രി എന്ന് പറയുന്നത് കൊറിയ, മൂന്നാമത്തുള്ള ഫ്രണ്ട്ലി കൺട്രി എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ, നാലാമത്തെ ഫ്രണ്ട്ലി കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ. അപ്പൊ ഈ 4 പേരുമായിട്ടും ചൈനയായിട്ടുള്ളതും ഇറ്റ്സ് ജസ്റ്റ് എൻ ഈഗോ എവേ, ഒരു ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാവുന്നുള്ള ടോക്കുകൾ. അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, അതായത് 70 to 80 ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. ഇതിൽ കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് പോസിറ്റീവ് ന്യൂസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എല്ലാം പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇനി ഗ്ലോബൽ എക്കണോമിക് സ്റ്റേജിൽ വരികയാണെങ്കിൽ ഇനി മാർക്കറ്റ് ഈ പോസിറ്റിവിറ്റി ഡിസ്കൗണ്ട് ചെയ്യണ്ടേ? ഈ പോസിറ്റീവ് കാര്യം നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചൊരു കാര്യം, ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് ഇന്ത്യൻ എക്കണോമിയുടെ 2% ഓഫ് ദ GDP ഉള്ളൂ യുഎസ് ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡിന്റെ 18% യുഎസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനം. ഓഫ് കോഴ്സ് എനി ഇമ്പാക്ട് ഇസ് എ ഗുഡ് ഇമ്പാക്ട്. എന്നാൽ പോലും നമ്മൾ ഒരു എക്കണോമിക് സെൻസിൽ ആലോചിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ടൈഡ് ഓവർ ചെയ്യാവുന്ന ഒരു ഇഷ്യൂ ഉള്ളൂ. നമുക്കതൊരു ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിൽ കൂടി ഇതിന്റെ കുറെ കുറവുകൾ നമുക്ക് നികത്തുകയും തന്നെ ചെയ്യാം. ബട്ട് നമ്മൾ ഇന്ത്യൻ എക്കണോമി ഫേസ് ചെയ്തിരുന്ന കാര്യം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ആ ഡൊമസ്റ്റിക് ഇഷ്യൂവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കാം, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ആരോട് സംസാരിച്ച ഇന്ത്യൻ അനലിസ്റ്റുകളെയും ഇൻക്ലൂഡിങ് മീ, അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് അല്ലെങ്കിൽ മോർഗൻ സ്റ്റാൻലി, മക്വയർ ഒക്കെ സംസാരിച്ചാൽ എല്ലാവരും പറയുന്നത് വി ഹാവ് ഗോട്ട് a trade here in India. എന്ത് ട്രേഡ്? ഡൊമസ്റ്റിക് കമ്പനീസിൽ ബൈ ചെയ്യുക. Then what are these domestic companies? Bank and financial institutions, insurance companies, പിന്നെ FMCG companies, consumption stories, local domestic oriented themes where export is not there. ഇതാണല്ലോ നമ്മുടെ എല്ലാവരും തീം എന്ന് നമ്മൾ ഈ വാക്കുകൾ 10 ദിവസമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഒരു 10%, 12% ഈ സ്റ്റോക്കിൽ മൂവ്മെന്റ് വന്നിട്ടുള്ളൂ. അത്രയ്ക്ക് മാത്രം മൂവ്മെന്റുകൾ ഈ സ്റ്റോക്കിൽ എന്തുകൊണ്ട് വന്നില്ല? ഓക്കെ, അത് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലും ഈ കമ്പനികൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ചീപ്പ് വാല്യുവേഷൻസിൽ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അത് മാത്രമല്ല ചീപ്പ് വാല്യുവേഷൻസിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, അതായത് ചീപ്പ് പ്രൊഡ്യൂസിംഗ് നേഷൻ, ചീപ്പ് മാനുഫാക്ചറിംഗ് നേഷൻസ് ലൈക്ക് ചൈന, തായ്വാൻ, ഇന്തോനേഷ്യ, കാംബോഡിയ, വിയറ്റ്നാം എന്നിങ്ങനെയുള്ള കൺട്രികളിൽ നിന്നും യുഎസ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ടാരിഫ് റെസ്ട്രിക്ഷൻ കാരണം ചീപ്പായിട്ടുള്ള സർപ്ലസ് ഗുഡ് ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഡംപ് ചെയ്യുമോ എന്നുള്ളൊരു സാധ്യതയും കൂടി ഒരു ഹെഡ് വിൻഡ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്നു. പിന്നെ മൂന്നാമത്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ കൺഫ്യൂഷൻ, എക്കണോമിക് അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ FIIസിന്റെ ബൈയിങ് ഒരു വലിയ തോതിൽ ഒരു മാർക്കറ്റിലും വരുന്നില്ല. ഇപ്പൊ ഇന്നലെ തന്നെ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വോളിയം വളരെ തുച്ഛമാണ്, ഇന്ത്യൻ മാർക്കറ്റിലും വോളിയം വളരെ തുച്ഛമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാൻ, ഒരു നീഡിൽ മൂവ് ചെയ്യിക്കാൻ മാത്രമുള്ള ഒരു ത്രസ്റ്റ് ഇപ്പൊ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് അത്രമാത്രം ബയേഴ്സോ അത്രമാത്രം സെർട്ടനിറ്റിയോ അത്രമാത്രം ഗുഡ് ന്യൂസോ ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് നനഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുന്നത് എക്കണോമിയും ട്രംപും ടാരിഫോ ഒന്നുമല്ല, ടാറ്റ സ്റ്റീലിന്റെ MD TV നരേന്ദ്രനില്ലേ, MD and CEO, അദ്ദേഹത്തിന്റെ ഇന്നലെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബിസിനസ് ലൈൻ, ഹിന്ദു ബിസിനസ് ലൈൻ അത് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. കാര്യം ഞാൻ എന്തുകൊണ്ട് എക്സ്പോർട്ടേഴ്സിനെ അല്ലെങ്കിൽ മെറ്റൽ കമ്പനികളെ ഞാൻ നോക്കുന്നു വെച്ചാൽ അവരാണ് ഗ്ലോബൽ ട്രേഡ് ആയിട്ട് ഒരുപാട് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്ന്, ഗവൺമെന്റിന്റെ സേഫ് ഗാർഡ് മെഷേഴ്സ് ആണ് ഞങ്ങൾ നോക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ചൈന ഡംപ് ചെയ്യാണ്, അതായത് ചൈനീസ് അലോയ്സ്, അവർ അതിന്റെ ഒരു മാർക്കറ്റ് ലീഡർ ആട്ടോ, അതായത് ചൈന എന്ന് പറയുന്ന കൺട്രി, അവര് മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ട് ഡംപ് ചെയ്യാണ്. ഈവൻ പ്രൊഡക്ഷൻ കോസ്റ്റ്
പെർസെന്റിനും താഴെ അവർ അടിച്ചങ്ങ് ക്ലിയറൻസ് സെയിൽ നടത്തുകയാണ്. മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാന്ന് മാത്രമല്ല അവരെ കപ്പാസിറ്റി അങ്ങ് ഒഴിച്ചു വിടണം. നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ മോളിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഈ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സെയിൽ കണ്ടിട്ടില്ലേ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ട്, 30% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു തുണി ഡിസ്കൗണ്ടിൽ മേടിക്കുക എന്നുള്ളതാണ്. ബട്ട് കടക്കാരെ സംബന്ധിച്ച് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാന്നും കൂടെയാണ്. കാര്യം ഈ സ്റ്റോക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം പുതിയ സീസണിലെ സാധനം വയ്ക്കാൻ. അപ്പൊ നമ്മുടെ കാശിൽ അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറൊരു സൈഡ് എന്ന് പറയുന്നത്. അല്ലാതെ അവര് എന്താ പറയുക, അവര് നമുക്കൊരു ഡിസ്കൗണ്ട് ഔദാര്യം തരുന്നതൊന്നുമല്ല. അവർ ഈ വേസ്റ്റ് ആയിട്ട് കളയുന്നതിന് പകരം അവർ ആ സ്റ്റോക്ക് ക്ലിയറിംഗ് ഒരു ഡിസ്കൗണ്ടിൽ കൂടെ നമ്മളിലൂടെ അവർ പുറത്തോട്ട് കളയുന്നു എന്നുള്ളതാണ് അവരുടെ പ്രൊഡക്ഷൻ. അതായത് അടുത്ത വരണമല്ലോ, അടുത്ത ഇതിലേക്ക് വരണമല്ലോ. അപ്പൊ ചൈനയെ സംബന്ധിച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കപ്പാസിറ്റികൾ ഡ്രെയിൻ ചെയ്ത് ഇത് അടിച്ചു തീർക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അലോയ് അവർ പ്രൊഡക്ഷൻ റേറ്റിനേക്കാളും താത്തി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കഴിയുന്നു. അപ്പൊ നരേന്ദ്രൻ പറയുന്നത് വി ആർ ലുക്കിംഗ് ഫോർ ടുവേർഡ്സ് ദ ഗവൺമെന്റ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു, ബട്ട് മോർ മെഷേഴ്സ് ഗവൺമെന്റ് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പറ്റും, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് നമ്മളിപ്പോ ചൈന വന്ന് ഇമ്പോർട്ട് ചെയ്യണു, അവരുടെ സർപ്ലസ് തീരുമ്പോൾ ഇത് ചിലപ്പോൾ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മുടെ എക്കണോമി എഫക്ട് ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ ടാറ്റ സ്റ്റീൽ, നമ്മൾ ടാറ്റ സ്റ്റീൽ ആണെന്ന് വെക്കുക, നമ്മുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഇല്ല, ചൈനീസ് പ്രോഡക്ട്സ് വന്ന് നമ്മുടെ ടെറിട്ടറി കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ നമ്മൾ അഡീഷണൽ കപ്പാസിറ്റി ഡിപ്ലോയ് ഇല്ല. അഡീഷണൽ കപ്പാസിറ്റി ഡിപ്ലോയ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കത്തില്ല. ലോൺ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തില്ല. അത് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിന് ബെനിഫിറ്റ് കിട്ടില്ല, മാനുഫാക്ചറിങ് ജോബ്സ് ഉണ്ടാവത്തില്ല. സൈക്കിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ ഇന്ത്യൻ കമ്പനീസിന്റെ കോർപ്പറേറ്റ്സ് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ലോകത്തുള്ള കോർപ്പറേറ്റ്സ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് സിറ്റുവേഷൻ പാൻ ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. ഈ തീർച്ചയായിട്ടും ഒരു എക്കണോമി ഒരു നനഞ്ഞ ഇരിപ്പ്, അതായത് നമ്മൾ പറയും ഒരു സോഫ്റ്റ് ലാൻഡിംഗിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കൂടെയാണ് പോയത്. മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 1.5% വരെ ഗ്ലോബൽ ട്രേഡിനെ എഫക്ട് ചെയ്തേക്കാം എന്നുള്ള കാര്യവും ബാക്കി എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഇത് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, ഇനി ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം ഇമേർജ് ചെയ്ത് വരുന്ന കാര്യം. ഇംപ്രൂവിംഗ് ന്യൂസ്, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നതിനേക്കാളും വി ഹാവ് സീൻ ദ വേർസ്റ്റ്. ഇനി വരാൻ പോകുന്നത് കുറച്ച് റിലീഫ് തരുന്ന ന്യൂസുകളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇതിനെ എങ്ങനെ പോകും? പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ആദ്യം ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെയും അതിനെ ബേസ് ചെയ്തുള്ള FI ഫ്ലോസും ഇവിടെയുള്ള ഏണിങ്സിൻ്റെ ഇപ്പോൾ ഏണിംഗ് സീസണും കൂടെയാണല്ലോ. ഇപ്പോൾ വിപ്രോൻ്റെ റിസൾട്ട് വന്നു, പല കമ്പനികളുടെ റിസൾട്ട് വന്നു. അതിനനുസരിച്ചുള്ള ഒരു ഈ ഡി റേറ്റിംഗ് പല കമ്പനിയിലും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സ്പാൻ ഔട്ട് ചെയ്യണേന്ന് നോക്കാം. ബട്ട് ഫോർകാസ്റ്റുകളൊക്കെ നല്ലതാണ്. നല്ല ഹെവി മൺസൂണും നല്ല നോർമൽ മൺസൂണും ഒക്കെയാണ് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്കിത് പറഞ്ഞിരിക്കണം. ബാക്കി എല്ലാത്തിനും ഫേവറബിൾ ആയിട്ട് നമുക്ക് എക്കണോമിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റിയുടെ കീഴിൽ തന്നെയാണ്. ആ ഒരു ക്ലൗഡ്സ് ക്ലിയർ ചെയ്യുന്നവരെ നമുക്കൊരു ക്ലാരിറ്റി ഇമേർജ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഏതായാലും ഇന്നത്തെ നമുക്കൊരു ടെക്നിക്കൽ സൈഡ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂമായിട്ട് ചേരുന്നത് അഹല്യ ഫിൻഫോറക്സിന്റെ വൈസ് പ്രസിഡന്റും അതിനോടൊപ്പം തന്നെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ CV ആണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. സർ, ഇതിപ്പോൾ സൂരജ് സാർ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിലും ഒരു അൺസർട്ടനിറ്റി തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തുകൊണ്ട് തന്നെയാണ് വിപണിയിലേക്കും എത്തുന്നത്. ഒരു പക്ഷേ തുടക്കത്തിൽ നമുക്ക് നേരിയ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 9:30 ശേഷമുള്ള ഒരു നിലയിലേക്ക് പരിശോധിക്കും, അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് നമുക്ക് ഇപ്പോൾ വിപണി നടത്തുന്നതായിട്ടാണ്. കാരണം 23,424.4 എന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റിഷ് ടോൺ. ഇപ്പോൾ നേരത്തെ സൂരജ് സാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസും എത്തിയിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്ത ന്യൂസുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസിലേക്കാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? വീണ്ടും ആ ഒരു ബുൾസിന്റെ ഒരു കമ്മിങ് ബാക്ക് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ വീക്കിൽ നമുക്ക് 3 ദിവസമാണ് ട്രേഡിംഗ് ഉള്ളത്, ലാസ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ അനുസരിച്ചിട്ട് തന്നെ മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പോസിറ്റീവ് മൊമെന്റം തന്നെയാണ് കഴിഞ്ഞ ഒരു വീക്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള. ആ വീക്ക് നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് കടന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്സൈഡിലേക്ക് 23,800 23,800 എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു 2 പ്രാവശ്യം നമുക്ക് അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നത്. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ ആയിരിക്കും മാർക്കറ്റ് അടുത്തതായിട്ട് ജമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്.
ആ മൂവ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക, ആ ഒരു പോയിന്റ് വാച്ച് ചെയ്യണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. പോസിറ്റീവ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഏകദേശം ഒരു ധാരണയിലാണ്. മാർക്കറ്റ് അത് പോസിറ്റീവ് തന്നെയാണ്. ഇനി പുൾ ബാക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അത് ഏർണിംഗ് സീസൺ ഒക്കെ ആകുമ്പോൾ കുറച്ച് വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റീറ്റെയിലേഴ്സ് അടുത്ത പോസിറ്റീവ് സൈഡിലേക്ക് ബൈയിങ് എൻട്രി ചെയ്യാനായിരിക്കും ശ്രമിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് 28,800 ആണ് ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്തേക്ക് എപ്പോഴെങ്കിലും പുൾ ബാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെസ്, അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിനേക്കാളും ഒരു ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് സാധിച്ച ഒരു ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി. ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയും. അതിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് എടുക്കുകയും കഴിഞ്ഞ 3 ദിവസം ഇന്ന് വരെയുള്ള കണക്കുകൾ, ഇപ്പോൾ വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 3 ദിവസത്തിലായിട്ട് മാത്രം ഏകദേശം 2800-ലധികം പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കൃത്യമായിട്ട് പറഞ്ഞ ഒരു ബുൾ റാലി എന്ന് തന്നെ പറയാൻ സാധിക്കും. നിലവിൽ മാർക്കറ്റ് ഇടിവിലേക്ക് പോയപ്പോൾ പോലും ഒരു പിടിച്ചു നിന്ന ഇൻഡെക്സ് ആയിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് മാറിയിരിക്കുന്നത്. 53,491.25 എന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 0.5% ഒരു മുന്നേറ്റം. മറ്റ് സെക്ടേഴ്സിലൊക്കെ ഒരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണുമ്പോൾ പോലും ബുൾസിന്റെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു ഇൻഡെക്സിൽ കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഈ ഒരു റാലി തുടർന്നും കണ്ടിന്യൂ ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു ബാങ്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. മാർക്കറ്റ് താഴോട്ട് പോയപ്പോഴും അത് പിടിച്ചു നിന്നു എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു ലീഡിംഗ് ഇൻഡിക്കേഷനെ നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പൊ എന്തുകൊണ്ട് അത് നമ്മളൊരു മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് ബോണ്ടായിട്ടാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പിടിച്ചു നിന്നു എന്ന് തോന്നുന്നത്. 48,000 52,000 എന്ന ബാൻഡിനുള്ളിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 52,000 മുകളിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് കടക്കുകയാണ്. ഇനി ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയാനായിട്ട് 55,000 ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സോണിലേക്കാണ് പോകാനുള്ള സാധ്യത. ഇത് ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ ഇൻ ഷോർട്ട് ടൈമില്. ബട്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കേണ്ടത് ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 52,000 ലെവലാണ്. നല്ല വോൾട്ടാലിറ്റി ഉള്ള ഒരു ഇൻഡെക്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനടുത്തൊക്കെ ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോ PSU ബാങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൈവറ്റ് ബാങ്ക്സ് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ ഒരു മൂവ്മെന്റ്സ് പോസിറ്റീവ് സൈഡിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് വന്ന 52,000 എബോ വന്നത് കൊണ്ട് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ അതിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് സൂചികയും കൂടി അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം നിഫ്റ്റി ഫൈനാൻഷ്യൽ സൂചികയും സമാനമായിട്ടൊരു മൂവ്മെന്റ് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് കാണുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒരു ആഴ്ച തുടങ്ങിയപ്പോൾ മുതൽ കാണുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്യാനായിട്ടും ഇൻഡെക്സിന് സാധിച്ചിട്ടുമില്ല. ഏതായാലും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അത് ഓൾറെഡി അതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് സോണിലാണ്. 25,660 എന്ന ലെവൽ അല്ലെങ്കിൽ 25,000 എബോ വന്നപ്പോൾ തന്നെ അത് ബ്രേക്ക്ഔട്ടിലേക്ക് ഒരു സൂചന നൽകിയിരുന്നു. നമ്മൾ വോളിയം അത് ശ്രദ്ധിക്കണം, അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വോളിയം കൂടുതലാണ്. കഴിഞ്ഞ തവണയൊക്കെ മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് വന്നെങ്കിലും തിരിച്ചത് വേഗം അത് റിക്കവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 30,000ലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരു വലിയ ഹ്യൂജ് മൂവ്മെന്റ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അതിന്റെ ഒരു ഇമ്പൾസീവ് എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവിലേക്ക് വരുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ്, വളരെയധികം ഒരു പോസിറ്റീവ് ആണ് ഈ ഒരു സെക്ടറിൽ. ബിക്കോസ് ഇതൊരു വലിയ കോൺസെൻട്രേറ്റഡ് ഇൻഡെക്സ് ആണ്. ചില കമ്പനികൾക്ക് വളരെയധികം മെജോറിറ്റി ഉള്ള ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വോളറ്റാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ഡൗൺ സൈഡ് സപ്പോർട്ട് എന്ന് പറയുന്നതും വളരെ ലോയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. 23,500 ആണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പറയാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. സാർ, അതിനോടൊപ്പം തന്നെ സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സൂരജ് സാർ, നേരത്തെ അനീസ് സാർ അടക്കം സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കോർപ്പറേറ്റ് സീസൺ, റിസൾട്ട് സീസൺ ആരംഭിച്ചിട്ട് അതിന്റെ ഒരു വോളറ്റാലിറ്റി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കും, ഇന്നലെ ഇപ്പോൾ വിപ്രോയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഏഞ്ചൽ ഫണ്ടിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വിപ്രോ തന്നെയാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം വിപ്രോയെ സംബന്ധിച്ചിട്ട് ഒരു ഐ.ടിയിലെ Tier 1 ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് വിപ്രോ എന്ന് പറയുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സ്ട്രേറ്റ് എസ്റ്റിമേറ്റിനൊന്നും
സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വിപ്രോയുടെ നമ്പേഴ്സിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഒരു ഔട്ട്ലുക്ക് ഗൈഡൻസ് പരിശോധിക്കുകയാണെങ്കിലും അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് അല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ IT മേഖലയിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും താങ്കൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഏറ്റവും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് ഇന്ത്യൻ വിപണിയിൽ സൂചിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സെക്ടറാണ് ഇന്ത്യൻ IT സെക്ടർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ആഗോള മാക്രോ തലത്തിൽ നിൽക്കുന്ന ഫാക്ടേഴ്സിന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യുന്ന സെക്ടർ കൂടിയാണ് IT എന്ന് പറയുന്നത്. വിപ്രോയുടെ ഈ റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം ഓവറോൾ ആയിട്ടൊരു IT സർവീസ് സെക്ടറിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിഫ്റ്റി ഏതാണ്ട് 0.04% ഡൗൺ ആണ് അല്ലെ. ഈ 0.04% ഡൗണില് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 11% വെയിറ്റേജ് ഉള്ള നിഫ്റ്റി IT-യിലെ പല സ്റ്റോക്കുകളും ഡൗൺ ആണ്. വിപ്രോ തന്നെ 5%, 6%. അപ്പൊ ഈ നമ്മുടെ നിഫ്റ്റിയിൽ നിന്ന് ഈ IT ഇൻഡെക്സ് മാറ്റി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തേനെ. അതായിരിക്കും ഒരു സിറ്റുവേഷൻ. ഏറ്റവും കൂടുതൽ ഈ സിറ്റുവേഷനെ എഫക്ട് ചെയ്ത ഒരു കമ്പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ IT സെക്ടറിലുള്ള കമ്പനീസ് ആയിരിക്കും. ബട്ട് ഇതിലൊരു പ്രത്യേകത വെച്ചാൽ അനിലയുടെ വാക്കുകളിൽ നിന്ന് തന്നെ 2 വാക്കുകൾ വേണം. അതായത് ഒന്നെന്ന് പറയുന്നത് വിപ്രോ, രണ്ടെന്ന് പറയുന്നത് ഏഞ്ചൽ വൺ. നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പോ ട്രംപിന്റെ ടാരിഫിന്റെ കാര്യങ്ങൾ എന്ന് മുതലാണ് വന്നത്? ഏപ്രിൽ മുതലാണല്ലോ വന്നത്. ഏപ്രിൽ 8, 9, 7, 8, 9 ആ സമയങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ ന്യൂസ് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്ത് വന്ന് അത് ഏതാണ്ട് തിരിഞ്ഞു വന്നത്. ഈ കമ്പനികളൊക്കെ ത്രോ അപ്പ് ചെയ്ത റിസൾട്ട് January 1 മുതൽ March 31 വരെയുള്ള സമയമാണല്ലോ. ആ സമയത്ത് ടാരിഫിന്റെ വലിയ ഇമ്പാക്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. എത്രയാണെന്നോ എന്താണ് ഫിഗർ എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അവിടെ നിന്ന് 2 കമ്പനീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത്. ഒന്ന് വിപ്രോ, അത് ഏതായാലും IT സെക്ടർ നമ്മളറിയാം ഗ്ലോബലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളതാണ്. ഏഞ്ചൽ വൺ ബ്രോക്കിംഗ് ഇൻഡസ്ട്രി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ബിസിനസ് ആണല്ലോ അല്ലെ. ഈ 2 ബിസിനസിന്റെയും മാർക്കറ്റ് കമന്ററി വളരെ മോശമായിരുന്നു. അതായത് ട്രംപിന്റെ ടാരിഫ് വരുന്നതിന് മുമ്പേ തന്നെ Q4 സീസൺ വാസ് ബാഡ് ഫോർ ദീസ് 2 കമ്പനീസ്. ഇതിങ്ങനെ ആയിരിക്കോ ഇനി പല സിസ്റ്റത്തിലും പല കമ്പനികളിലേക്കും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം ഈ ഏർണിംഗ് സീസണിൽ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കമ്പനികളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിപ്രോ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ TCS വന്നു. ഇവരുടെ എല്ലാവരും കമന്ററി അതാണ് ഏതാണ്ട് IT-യിലെ ഒരു ഡീറേറ്റിംഗ് ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് തീർച്ചയായിട്ടും. ഇനി ഡൊമസ്റ്റിക് കമ്പനീസും കൂടി എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്നാണ് ഒരു പരിധി വരെ ഇപ്പൊ ഏഞ്ചൽ വണ്ണിനെയും നമുക്ക് മാറ്റി വെക്കാം. കാര്യം എന്താ, ഏഞ്ചൽ വൺ മാർക്കറ്റ് റിലേറ്റഡ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് വോളിയൂംസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എസ്പെഷ്യലി ഫ്രം സെപ്റ്റംബർ, ഒക്ടോബർ ഓൺവേർഡ്സ് ഇന്ത്യൻ മാർക്കറ്റിലെ ടേൺ ഓവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു. സെബിയുടെ പുതിയ റെഗുലേഷൻ F&O ബേസിസിൽ വന്നത് കാരണം ഇൻഡെക്സിലും ഓപ്ഷൻസിലും ഒക്കെ ഉള്ള വോളിയൂമും നന്നായിട്ട് കുറഞ്ഞത് കാരണം എന്നുള്ളതും കൂടി നമുക്കൊരു കാരണമായിട്ട് ഈ 2 സ്റ്റോക്കിനും വന്നേക്കാം. എന്നാൽ ഇനി വരാൻ പോകുന്ന FMCG സ്റ്റോക്ക്, കാര്യം ഇനി ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ സെക്ടറുകളാണെന്ന് അറിയോ. അതായത് ഇപ്പം ഉറ്റുനോക്കുന്ന സെക്ടറുകൾ ഏതാ? നമ്മളൊരു ഫോറിൻ ഇൻവെസ്റ്റർ എന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റർ എന്ന റിസ്ക് ക്യാപിറ്റൽ ഇന്ത്യൻ മാർക്കറ്റിൽ എവിടെ ഡിപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി NBFC, രണ്ടാമത് FMCG ആൻഡ് കൺസംഷൻ സ്റ്റോക്സ്, മൂന്നാമത് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, നാലാമത് എയർലൈൻ സെക്ടർ. ഈ സെക്ടേഴ്സിലാണ് ഇപ്പൊ എല്ലാവരും തന്നെ, അതായത് ഏത് ബ്രോക്കറേജ് റിപ്പോർട്ട് എടുത്താലും ഏതൊരു എക്സ്പേർട്ടിനെ ചോദിച്ചാലും വി ആർ ബുള്ളിഷ് ഓൺ ബാങ്ക്സ് എന്ന് പറയാത്ത ഒരൊറ്റ ആൾ പോലും ഇല്ല. ക്രൗഡഡ് ട്രേഡ് ആണ് അവിടെ നടക്കുന്നത്. അല്ല, ഞാൻ മനീഷിന്റെ അനാലിസിസിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഒരു വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കുക 2 വശവും അവതരിപ്പിക്കണമല്ലോ, അതിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. അപ്പൊ എല്ലാവരും ആ സെക്ടറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ സെക്ടറുകളിൽ വേണ്ട രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു നല്ല ന്യൂസ് പക്ഷെ ബാങ്കിങ് സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ. കാര്യം അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു SDFC ബാങ്ക് ഇന്നലെയും മിനിങ്ങാന്ന് കണ്ടോ അവര് ഡെപ്പോസിറ്റ് റേറ്റ് കുറച്ചു. സേവിംഗ് അക്കൗണ്ടിന്റെ ഡെപ്പോസിറ്റ് റേറ്റ് കുറച്ചു, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഡെപ്പോസിറ്റ് റേറ്റ് അല്ല, സേവിംഗ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇത് ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് SBIയും കുറയ്ക്കാനുള്ള തീരുമാനങ്ങളിൽ ഇതായിരുന്നു നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. നമ്മൾ അന്നും പറഞ്ഞു, അതായത് RBI 2 പ്രാവശ്യമായിട്ട് റേറ്റ് കട്ട് ചെയ്തു. 25 ബേസിസ് പോയിന്റ്സ് വെച്ച് 2 പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ 50 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞു. ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ മുതൽ എല്ലാ ലോൺസും കുറഞ്ഞു. അതായത് ഫ്ലോട്ടിംഗ് ആയിട്ട് കിട്ടുന്ന എല്ലാ ഇൻട്രസ്റ്റ് റേറ്റും കുറഞ്ഞു എന്നുള്ള. എന്നാൽ ഡെപ്പോസിറ്റുകൾ കുറഞ്ഞിട്ടില്ല. അത് കാരണം ബാങ്ക് എപ്പോഴും കാശ് ഉണ്ടാക്കുന്നത് എന്താ? ബാങ്ക് സാധാരണക്കാരൻ്റെ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുന്നു, ആ ഡെപ്പോസിറ്റിന് ഒരു പലിശ കൊടുക്കുന്നു, എന്നിട്ട് ആ പൈസ എടുത്ത് കോർപ്പറേറ്റിന് ലെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ലോൺ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചെടുക്കുന്നു. ഈ ഗ്യാപ്പ് ആണല്ലോ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. ഈ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ നമ്മൾ പുറത്തോട്ട് കൊടുത്ത ലോണിന് നെക്സ്റ്റ് ഡേ മുതൽ RBI പോളിസി കാരണം നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് ഔട്ട്ഗോ കുറയുന്നു, നമുക്ക് തിരിച്ചു കിട്ടാനുള്ള പൈസ കുറയുന്നു. എന്നാൽ ജനങ്ങളോട് നമ്മൾ 365 ദിവസത്തേക്കോ 3 കൊല്ലത്തേക്കോ കമ്മിറ്റ് ചെയ്ത പൈസ
നമ്മൾ കുറയ്ക്കുന്നില്ല, ഡെപ്പോസിറ്റ് കുറയ്ക്കുന്നില്ല. അപ്പൊ അത് ടേം ഡെപ്പോസിറ്റ് കുറയ്ക്കാത്തതുകൊണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നമുക്ക് കുറയും. ബട്ട് ഈ HDFC ബാങ്കും ഇപ്പൊ SBIയും നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷൻ, ഇനി വരാൻ പോകുന്ന ബുക്ക് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളിൽ അല്ലെങ്കിൽ ഇപ്പൊ കിടക്കുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെ നമ്മൾ മിക്കവാറും പലിശ നിരക്ക് കുറയ്ക്കുക. അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒരു പരിധി വരെ, ഫുള്ള് പോകത്തില്ല, ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. IT എന്തായാലും ഒരു ഡീറേറ്റിംഗിന്റെ പാതയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൺസംഷൻ സ്റ്റോക്സ് ആയ FMCG, ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഏവിയേഷൻ സെക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ബട്ട് IT സംബന്ധിച്ച് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ അനീഷിന്റെ അടുത്തുനിന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് മുത്തൂറ്റ് ഫിനാൻസ്, അതായത് ഇപ്പൊ IT സ്റ്റോക്കിന്റെ ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. IT ഒരു ഡീറേറ്റിംഗ്, സ്ട്രക്ചറൽ ഡീറേറ്റിംഗ് കൂടെ പോയിക്കൊണ്ടേ വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഒരു സെക്ടർ ആയിട്ട് അത് മാറിയിരിക്കുന്നു എന്നുള്ള. ബട്ട് ഹൗഎവർ ഞാൻ ലോങ്ങർ ടേമിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ IT സ്റ്റോക്സ് ഒരു ബൈ ആവുമെന്ന് വിചാരിക്കുന്നു. കാര്യം വെച്ചാൽ സോഫ്റ്റ്വെയർ സർവീസസ് ഫോം, അതായത് പുതിയതായിട്ട് സോഫ്റ്റ്വെയർ ചെയ്തില്ലെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസിന്റെ AMCയും അപ്ഗ്രഡേഷൻസും അവർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് IT ഞാൻ തള്ളിക്കളയുന്നതല്ല, ബട്ട് ആസ് ഓഫ് നൗ IT ഒരു ട്രേഡോ ഇൻവെസ്റ്റ്മെന്റോ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് അതിനകത്തുള്ളത്. ഞാൻ ഈ മുത്തൂറ്റ് ഫിനാൻസിന്റെ കാര്യം പറഞ്ഞു വെച്ചാൽ, മുത്തൂറ്റ് ഫിനാൻസിൽ RBI ഗോൾഡ് ലോൺ കമ്പനീസിന്, അതായത് അത് ബാങ്ക് ആയാലും ശരി NBFC ആയാലും, അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച കുറച്ച് റെഗുലേഷൻസ് വന്നു. ആ റെഗുലേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, റെഗുലേഷൻസ് കൊണ്ടുവന്നു എന്ന് പറയാറായിട്ടില്ല. നമുക്ക് ഒരു വൈറ്റ് പേപ്പർ, ഒരു ഡിസ്കഷൻ പേപ്പർ അവർ ഇറക്കി ആൾക്കാരുടെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു സൈഡിൽ കൂടെ. അത് ഇംപ്ലിമെന്റ് ചെയ്യണം നിർബന്ധമില്ല. അതിന്റെ പേരിൽ മുത്തൂറ്റ് ഫിനാൻസ് ഏതാണ്ട് 12 to 15% താഴെ വന്നിട്ടുണ്ട്. നല്ല ഒരു പോസിറ്റീവ് ട്രെൻഡിൽ നിന്ന സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്നുള്ള കാര്യം ആലോചിക്കണം. മുത്തൂറ്റ് ഫിനാൻസിന് 2-3 ടെയിൽ വിൻഡ് ഉണ്ടായത്, അതായത് 3-4 കാര്യങ്ങൾ സഹായിക്കുന്നതുണ്ട്. ഒന്ന്, അവരുടെ റേറ്റിംഗ് അപ്ഗ്രഡേഷൻ അവർക്ക് കിട്ടി. ഒന്ന്, രണ്ടാമത് ഗോൾഡ് പ്രൈസസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് പ്രൈസ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഗോൾഡ് ഫിനാൻസ് കമ്പനിക്ക് നല്ലതാണ്. കാര്യം ലോൺ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് വാല്യൂ കൂടും. അവരേതായാലും 1 ട്രില്യൺ 1 ലക്ഷം കോടി AUMലേക്ക് കയറി. അത് മാത്രമല്ല, പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഗോൾഡ്, അതായത് ഗോൾഡ് കമ്പനീസ്, എസ്പെഷ്യലി മുത്തൂറ്റ് ഫിനാൻസ്, RBIയുടെ റൂള് ഇപ്പൊ ക്ലിയർ ആയിട്ട് പറയുന്നെങ്കിൽ പോലും മുത്തൂറ്റ് കുറെ നാളായിട്ട് തന്നെ 100 രൂപയുടെ ഗോൾഡ് ലോണിന് 75 രൂപ വരെ കൊടുക്കാറുള്ളൂ. അതായത് ലോൺ ടു വാല്യൂ LTV എന്ന് പറയുന്നത് 75% അവർ നിലനിർത്തിയിരുന്നത്. അങ്ങനത്തെ ഒരു സ്ട്രിക്ട് കോംപ്ലയൻസ് പോളിസി മുത്തൂറ്റ് ഫിനാൻസ് ഫോളോ ചെയ്ത് പോയിരുന്നു എന്നുള്ള. അവിടെ നിന്ന് പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഗോൾഡിന്റെ വില കൂടുമ്പോൾ ഈ LTV 75 നിന്ന് 66-62 വന്ന ഒരു കാലഘട്ടമാണ്. അതും ഒരു ടെയിൽ വിൻഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് അവർ റിലേറ്റീവ്ലി സേഫർ ആണ് മറ്റുള്ള കമ്പനിയേക്കാൾ. പിന്നെ വരുന്നത് ഏതാണ്ട് മാനേജ്മെന്റ് 40% ഗ്രോത്തും ഗൈഡ് ചെയ്തിരുന്നു എന്നുള്ള. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷവും ഒരു പെക്യൂലിയാരിറ്റിയും നിലനിൽക്കുന്ന Q4 നിൽക്കുന്ന ഒരു കമ്പനിയിലാണ് RBIയുടെ ആ ഡിസ്കഷൻ പേപ്പറിൽ സ്റ്റോക്ക് ഒരു 12%-15% പോകുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ അടുത്ത ആഴ്ച, അത് തിങ്കളാഴ്ച തന്നെയാണെന്ന് തോന്നുന്നു, മുത്തൂറ്റ് ഫിനാൻസിന്റെ റിസൾട്ട് വരുന്നത്. എനിക്ക് അനീഷിന്റെ ഇന്ന് അറിയാനുള്ള ഒരു കാര്യം, അതിന്റെ ട്രേഡ് സെറ്റപ്പ് എങ്ങനെ 2-3 ദിവസമായിട്ട് അത് ഏതാണ്ട് കുറെ ഒന്ന് ചെറുതായിട്ടൊന്ന് പീക്കിൽ നിന്ന് കറക്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഇന്നത്തെ ദിവസം അതിൽ ചെറിയൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണുന്നുണ്ട്. ഇതിന്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് വോളിയൂമും കൂടെ വെച്ചിട്ട് അനീഷിനൊന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇത്രയും നാളത്തെ ഹിസ്റ്റോറിക് വോളിയൂം വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും പ്രത്യേകത അതിലുണ്ടോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പറഞ്ഞു. സർ, അനീഷ് സാറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു ആദ്യത്തെ 45 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ്, മാർക്കറ്റിന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ കൂടി അറിയേണ്ടതുണ്ട്. മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിലാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് അനില. നിഖിൽ, നിലവിൽ തുടക്കത്തിൽ ഒരു നെഗറ്റീവ് ടോൺ ആയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്തി വീണ്ടും 23,400 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ, അതിനോടൊപ്പം തന്നെ ബാങ്കിങ് ഓഹരികളുടെ ഒരു പിൻബലത്തിൽ തന്നെയാണ് ആ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റ് അപ്ഡേറ്റ്സ്? അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു ഇടിവിൽ തുടങ്ങിയിരുന്ന ഒരു മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ മാർജിനലായ ഒരു ഇടിവ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 37 പോയിന്റുകളുടെ മാത്രം ഇടിവോടുകൂടി 23,399 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് Nifty 50 പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സൂചികയിൽ നിന്ന് 7 കമ്പനികൾ മാത്രം അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 43 കമ്പനികൾ ഇപ്പോഴും ഡിക്ലൈൻ ആയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് Nifty 50യെ പറ്റി പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെ നിഫ്റ്റി ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏകദേശം 0.5% മുകളിലുള്ള ഒരു നേട്ടത്തോടു കൂടി, അതായത് 330 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടത്തോടു കൂടി 53,441 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ ഉള്ളത്. സൂചികയിൽ നിന്ന് യഥാക്രമം 6 കമ്പനികൾ അഡ്വാൻസ്ഡ് ആയും 6 കമ്പനികൾ ഡിക്ലൈൻ ആയും ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്.
നിലവിലെ നിഫ്റ്റി 50-ലെ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ICICI ബാങ്ക് ഇപ്പോൾ ഏകദേശം 2%-ഓളമുള്ളൊരു നേട്ടത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭാരതി എയർടെൽ 0.5% മുകളിലും HDFC ബാങ്ക് ഏകദേശം 1%-ഓടും ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. അപ്പോളോ ഹോസ്പിറ്റൽ 0.25%-ഓളം, സൺഫാർമയുടെ ഓഹരികൾ നിലവിൽ ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50-ലെ ടോപ്പ് ലൂസേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ വിപ്രോയുടെ ഓഹരികൾ തന്നെയാണ്. ഇന്ന് 4ാം പാദഫലം വന്നിട്ടുള്ള വിപ്രോയുടെ ഓഹരികൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 5.25% ഒരു ഇടിവാണ് വിപ്രോ ഓഹരിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. HCL ടെക് IT കമ്പനി ആയിട്ടുള്ള HCL ടെക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2.25% ഇടിവ്. ഹീറോ മോട്ടോകോപ്പ് 2.5% മുകളിലും, ടെക് മഹീന്ദ്ര ഓഹരികൾ 1.25%-ഓളം, കോൾ ഇന്ത്യ 1.25% മുകളിലുമുള്ളൊരു ഇടിവാണ് നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിപ്രോ പറ്റി പറയുകയാണെങ്കിൽ വിപ്രോയുടെ 4ാം പാദഫലം വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറകെ ബേൺസ്റ്റീൻ കമ്പനിക്ക് ഒരു അണ്ടർ പെർഫോം റേറ്റിംഗ് ആണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയി പറയുന്നത് 200 രൂപ മാത്രമാണ്. ഇതിന്റെ പ്രധാനമായിട്ട് പറയുന്ന കാരണം മാനേജ്മെന്റിന് തന്നെ മാക്രോ തലത്തിൽ ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത്. മാനേജ്മെന്റിന് തന്നെ അൺസ്റ്റെബിലിറ്റിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയൻസും മറ്റുമൊക്കെ ഒരു കൂടുതൽ IT സ്പെൻഡിങ് നടത്താൻ വേണ്ടിയിട്ട് ഒരു മടി കാണിക്കുന്നു എന്നൊരു കാര്യമാണ് ബേൺസ്റ്റീൻ നിലവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ അടുത്ത പാദത്തിലേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ നോക്കുകയാണെങ്കിൽ വരെ ഒരു 3.5 മുതൽ 1.5% വരെയുള്ള ഒരു ഇടിവ് കമ്പനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യമാണ് കമ്പനിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. IT സർവീസ് റവന്യൂകളിലും മറ്റുമൊക്കെ ഇടിവുണ്ടായത് കമ്പനിക്ക് ഒരു അണ്ടർ പെർഫോം റേറ്റിംഗ് നൽകാനാണ് നിലവിൽ ബേൺസ്റ്റൈൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി ബാങ്കിലേക്ക് ഒരു വിശദമായ ഒരു പരിശോധനയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 340 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിലനിർത്തുന്നു. 53,462 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ HDFC ബാങ്ക് ഓഹരികൾ ഏകദേശം 0.25% മുകളിലുള്ള ഒരു നേട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ 0.5%-ഓളമുള്ളൊരു നേട്ടം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ 0.25% ഒരു നേട്ടമാണ് നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇടിവിലേക്ക് കടക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഓഹരികൾ നിലവിൽ 1.5% മുകളിലുള്ളൊരു ഇടിവാണ് രേഖപ്പെടുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.25% മുകളിലും, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 0.25%-ഓളം, ഫെഡറൽ ബാങ്ക് 0.25% മുകളിലുമുള്ളൊരു ഇടിവിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തായി സെക്ടേഴ്സിലേക്ക് കൂടെ കടക്കുകയാണെങ്കിൽ നിലവിൽ PSU, ഫാമേഴ്സ്, ഫിനാൻഷ്യൽ സർവീസ് സെക്ടറുകളിൽ ഒരു പോസിറ്റീവ് ആയാണ് കാണാൻ ശ്രമിച്ചത്. ഈ സെക്ടറുകളിൽ പച്ച തെളിഞ്ഞിരിക്കും. എന്നാൽ നിഫ്റ്റി ഓട്ടോയും മറ്റും എടുക്കുകയാണെങ്കിൽ 0.5%-ഓളമുള്ളൊരു ഇടിവ്, നിഫ്റ്റി എനർജി 0.5%-ന് മുകളിലും, നിഫ്റ്റി FMCG ഒരു മാർജിനലായ ഇടിവും രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി IT സൂചിക തന്നെയാണ്. നിഫ്റ്റി IT സൂചിക നിലവിൽ 2%-ന് മുകളിലുള്ളൊരു ഇടിവിലേക്കാണ് നിഫ്റ്റി IT ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുക നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് സൂചികയിലാണ്. അതായത് 0.5%-ന് മുകളിലുള്ള നേട്ടത്തോടു കൂടി 25,644 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ നിന്ന് ടോപ്പ് ഗെയിനർ ആയിട്ടുള്ളത് മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഹരികളാണ്. മുത്തൂറ്റ് ഫിനാൻസ് നിലവിൽ 2.5% ഒരു നേട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. LIC ഹൗസിംഗ് ഫിനാൻസ് 0.25%-ഓളം, HDFC ബാങ്ക്, ICICI ബാങ്കുകളും നേട്ടത്തിൽ തന്നെ തുടരുന്നു. എന്നാൽ ലോസേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ചോളമണ്ഡലത്തിന്റെ ഓഹരികൾ നിലവിൽ 2.25% ഒരു ഇടിവ് രേഖപ്പെടുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.25%-ഓളം, ICICI ലൊംബാർഡ് ഓഹരികൾ 1.25%-ന് മുകളിലും, HDFC അസറ്റ് മാനേജ്മെന്റ് നോക്കുകയാണെങ്കിലും 1.25%-ന് മുകളിലുള്ള ഒരു ഇടിവും രേഖപ്പെടുന്നു. നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ നിഫ്റ്റി PSU ബാങ്കും വളരെ പോസിറ്റീവ് ട്രെൻഡാണ് കാഴ്ചവെച്ചുകൊണ്ട് ഇതുവരെ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക നോക്കുകയാണെങ്കിൽ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഇടിവിലേക്ക് നിഫ്റ്റി PSU ബാങ്ക് സൂചിക കടന്ന ഒരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തതായി മികച്ച ഒരു മൂവ്മെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫാർമയാണ്. ഏകദേശം 0.5%-ഓളമുള്ള ഒരു നേട്ടത്തോടു കൂടി 20,958 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ അജന്ത ഫാർമയുടെ ഓഹരികൾ ഏകദേശം 1.25%-ഓളമുള്ള ഒരു നേട്ടവും, മാൻകൈൻഡ് ഫാർമ 1.25%-ന് മുകളിലുള്ളൊരു നേട്ടവും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവിസ് ലാബ്സ് നോക്കുകയാണെങ്കിലും 0.5%-ന് മുകളിലുള്ളൊരു നേട്ടത്തിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്ക ലബോറട്ടറീസ് ഓഹരികളിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ ഏകദേശം 1%-ന്റെ ഇടിവാണ് ഇപ്ക ലബോറട്ടറീസിൽ കാണുന്നത്. ഗ്ലാൻഡ് ഓഹരികൾ 1%-ഓളം, നാറ്റ്കോ ഫാർമ ഓഹരികൾ 0.5%-ന് മുകളിലുള്ള ഒരു ഇടിവും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തതായി നമ്മളിപ്പോൾ ബ്രോഡർ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് കൂടെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിലും 0.25%-ഓളമുള്ളൊരു ഇടിവാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 എന്നിവ പരിശോധിക്കുകയാണെങ്കിലും 0.5%-ഓളമുള്ളൊരു ഇടിവ് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ബ്രോഡർ മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫിയർ ഗേജ് ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 0.5%-ഓളമുള്ളൊരു ഇടിവാണ് ഇന്ത്യ വിക്സ് ഇൻഡെക്സിൽ നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കാനുള്ളത് നുവാമയുടെ സിമെന്റ് സെക്ടറിന് നൽകിയിരിക്കുന്ന ഒരു ഔട്ട്ലുക്ക് കൂടെ നമ്മൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ
ഡിമാൻഡിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നു സിമെന്റ് സെക്ടറിൽ എന്നൊരു വിവരമാണ് നിലവിൽ നുവാമ പങ്കുവച്ചിരിക്കുന്നത്. കമ്പനികൾ ഒരു പ്രൈസ് ഹൈക്കുകളും മറ്റുമൊക്കെ നടത്താനുള്ള ഒരു പ്രതീക്ഷ കൂടി നൽകിയിരിക്കുകയാണ്. കൂടാതെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതും സിമെന്റ് സെക്ടറിന് ഒരു മികച്ച ഒരു പിന്തുണ നൽകുമെന്നൊരു കാര്യം കൂടിയാണ് നുവാമ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിമെന്റ് സെക്ടറിന് ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ ഔട്ട്ലുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു പോസിറ്റീവായ ഒരു ഔട്ട്ലുക്കാണ് നിലവിൽ നുവാമ സിമെന്റ് സെക്ടറിന് നൽകിയിരിക്കുന്നത് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി 50 ഏകദേശം ഒരു 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. 23,381 എന്ന് പറയുന്ന ഒരു നിരക്കിൽ 7 കമ്പനികൾ മാത്രം അഡ്വാൻസ്ഡ് ആയി 43 കമ്പനികൾ ഡിക്ലൈനായി ട്രേഡ് ചെയ്യുന്ന ഒരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി 50 ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. നിഖിലായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിങ്ങും ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറിലെയും ഓഹരികൾ തന്നെയാണ് ഇന്നിപ്പോൾ നിഫ്റ്റിക്ക് കരുത്ത് പകർന്നു. ഒപ്പം നേരത്തെ സൂരജ് സാറ് സൂചിപ്പിച്ചതുപോലെ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഹരികളിലും നമുക്ക് വളരെ ശക്തമായിട്ടൊരു ബൈക്ക് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. എന്തായാലും നമുക്ക് അനീഷ് സാറിലേക്ക് പോകും. കാരണം മുത്തൂറ്റ് ഫിനാൻസിന്റെ ഒരു ട്രേഡ് സെറ്റപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അനീഷ് സാർ കേൾക്കാമോ? സർ, ഇപ്പം മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് നിലവിൽ, അതായത് കഴിഞ്ഞ ഒരു വീക്കിൽ നേരത്തെ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും ഇന്നിപ്പോൾ ഈ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവേ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഏകദേശം ഒരു 1.5% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്കാണ് ഈ ഒരു ഓഹരികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു വീക്കിൽ പൊതുവേ എല്ലാം തന്നെ ഒരു 3 ട്രേഡിംഗ് ദിവസങ്ങളിലും ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. ഏതായാലും മുത്തൂറ്റ് ഫിനാൻസിന്റെ ഒരു ട്രേഡ് സെറ്റപ്പ് എന്താണ്? നമ്മളിന്റെ ഈ ഇൻട്രാഡേ അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം ഈ ഓരോ സമയങ്ങളിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ കറക്ഷൻസ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഹെൽത്തിയർ ആയിട്ടുള്ള കറക്ഷൻസ് എപ്പോഴും അനിവാര്യമാണ്. അങ്ങനെയുള്ള കറക്ഷൻസ് എല്ലാ സമയങ്ങളിലും ഈ കമ്പനിയുടെ ചാർട്ടിൽ നമുക്ക് ദൃശ്യമാണ്. കഴിഞ്ഞ വർഷവും അതുണ്ടായിരുന്നു നവംബർ സമയങ്ങളിൽ. അതിന് മുമ്പും ഇങ്ങനെ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഹെൽത്തിയർ കറക്ഷൻസ് ആണ്. അവിടെയെല്ലാം റീറ്റെയിലേഴ്സ് ഒരു ബാർഗെയിൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് കണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഒരു കറക്ഷൻ വന്നിരുന്നു. അവിടെ നിന്ന് റീറ്റെയിലേഴ്സ് ഒരു ബൈയിങ് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. വോളിയത്തിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട്. കാരണം അത് ആവറേജിന് അബോവ് വോളിയം ഉണ്ട്. സെല്ല് ചെയ്തപ്പോഴും ഉണ്ട്, ഇപ്പോഴും തിരിച്ച് റിക്കവർ ചെയ്യുമ്പോഴും വോളിയം കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരുപാട് റീറ്റെയിലേഴ്സിനെ അല്ലെങ്കിൽ ഒരുപാട് പാർട്ടിസിപ്പേഷനെ ഈ കമ്പനി അട്രാക്ട് ചെയ്യുന്നു എന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കും. ഒരു 2000 ലെവലിലേക്കാണ് അത് ഫോളോ ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് റിക്കവറി വരുന്നത്. ഇനി എഗെയിൻ അതൊരു 2000 ലോണിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റീറ്റെയിലേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും സ്റ്റോക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ടെറിട്ടറി ആണ്. ഒരു കറക്ഷൻസ് എല്ലാം ഹെൽത്തിയർ കറക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. 2000 ലെവലാണ് ഇമ്മീഡിയറ്റ് നമുക്ക് സപ്പോർട്ട് സോൺ ആയിട്ട് പറയാൻ കഴിയുന്നത്. മുകളിലോട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് അപ്സൈഡിന്റെ സാധ്യതയുമുള്ള സ്റ്റോക്സ് ആണ്. വോളിയം കൺഫർമേഷൻ അതിലുണ്ട്. ബാക്കിയുള്ള ആവറേജ് പാരാമീറ്ററുകളൊന്നും തന്നെ ഈ ഇടിവിൽ ടച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു പോസിറ്റീവ് ലെവലിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് എനിക്ക് പറയാൻ കഴിയും. സർ, അതിനോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി IT സർവീസുമായി ബന്ധപ്പെട്ട് കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇപ്പോൾ ഒരു പക്ഷേ ഒരു നെഗറ്റീവ് ടോണിലേക്ക് പോയിരിക്കുന്ന ഒരു പക്ഷേ നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്ന ഒരു സെക്ടറായിട്ട് IT നിലവിൽ മാറുന്നു. 2% മുകളിലുള്ള ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. IT സർവീസിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു ടെക്നിക്കൽ സൈഡ് എന്താണ്? ആൾറെഡി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു കറക്റ്റീവ് മോഡലുള്ള ഒരു ഇൻഡെക്സ് ആണ് നമുക്ക് ഉള്ളത്. 32,000 അല്ലെങ്കിൽ 30,000ലേക്ക് ഒരു കൺസോൾട്ടേഷൻ നടക്കുമെന്നാണ് ഞാൻ അത് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവിടെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള IT സ്റ്റോക്സുകളിലെല്ലാം ഉള്ള സെല്ലിംഗ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് സൈഡ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനൊരു അറസ്റ്റ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സെല്ലിംഗ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേജിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു ഫർദർ ട്രെൻഡ് റിവേഴ്സൽ എന്ന് ഇപ്പോഴായിട്ട് പറയാനായിട്ട് കഴിയില്ല. അത് വെയിറ്റ് ആൻഡ് വാച്ച് സ്ട്രാറ്റജിയാണ് നല്ലത്. ഫർദർ ഡൗൺ സൈഡിലുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുക. 30,000 ബിലോ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ലെവൽ വരികയാണെങ്കിൽ മാത്രം അതിലേക്ക് റീ എൻട്രി ചെയ്യാനോ അല്ലെങ്കിൽ പൊസിഷൻസ് ആവറേജ് ചെയ്യാനോ ഒക്കെ നോക്കാം എന്നതാണ് എന്റെ ഒരു ഇപ്പോഴത്തെ സ്ട്രാറ്റജി. അത് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് സ്ട്രാറ്റജിയാണ്.
സുരേഷ് സാറിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അനിൽ സാറും സൂചിപ്പിച്ചിരിക്കുന്നത് IT സെക്ടറിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ്. ഇപ്പം നേരത്തെ IT സെക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും അധികം നിക്ഷേപകരുടെ ശ്രദ്ധയാകും ഈ പറഞ്ഞതുപോലെ FMCG അതിനോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ടേഴ്സ് ആണ്. ഇപ്പം FMCG സെക്ടറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CPI ഡേറ്റ ഒക്കെ കുറഞ്ഞു വന്നിരിക്കുന്നു. പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുകളുടെ ഒരല്പം ന്യൂട്രൽ ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഈ ഓഹരികളിൽ ഈ കമ്പനികളൊക്കെ കാഴ്ചവെച്ചിരുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു പക്ഷേ FISന്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള സാധ്യത അത്തരത്തിലൊരു ട്രേഡ് സെറ്റപ്പിലേക്ക് FMCG കമ്പനികൾ എത്തുന്നുണ്ടോ? അല്ല, നമുക്ക് FMCGയിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം നമ്മൾ പറയണം. നമ്മൾ എന്തുകൊണ്ടും മാർക്കറ്റിലെ നമ്മൾ ന്യൂസിന്റെ കാര്യത്തിൽ, എക്കണോമിയുടെ കാര്യത്തിൽ ഓപ്റ്റിമിസ്റ്റിക്കും ഇനി വരാനുള്ള പോസിറ്റീവ് ന്യൂസ് തന്നെ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയോണ്ടാണ് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഇനി വരാൻ പോകുന്നത് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി അതിന് കാണുന്നില്ല എന്നുള്ളതിന്റെ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ 2 ദിവസം മുമ്പേ നമ്മുടെ സെബിയുടെ ഒരു വന്നിരുന്നു, ഒരു ന്യൂസ് വന്നിരുന്നു. ന്യൂസ് എന്നല്ല, ഒരു ആക്ച്വലി ഒരു അപ്ഡേറ്റ് ആണ്. അവർ പറഞ്ഞു വെച്ചാൽ ഹ്യൂമൻസിന്റെ ഇൻവോൾവ്മെന്റിനെക്കാളിലും അൽഗോരിതം ട്രേഡിങ്ങിന്റെ ഇൻവോൾവ്മെന്റ് ക്യാഷ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളത്. അപ്പൊ ഈ അൽഗോരിതം ട്രേഡ് എന്ന് നമുക്ക് സിമ്പിൾ രീതിയിൽ ആലോചിച്ചാൽ, ഞാനത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല, അതായത് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രേഡ് നടക്കണം. അതായത് നമ്മൾ ഒരു പാറ്റേൺ, അതായത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോളർ ഇൻഡിസസ് അങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രൂഡിന്റെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇങ്ങനെ നടത്തി വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ ട്രേഡ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അതാണല്ലോ ഈ അൽഗോരിതം ട്രേഡ് എന്ന് പറയുന്നത്. ഈ അൽഗോരിതം ട്രേഡ് കൊണ്ടാണ് ഇത്രയും എന്താ പറയുക ഈ ഫ്ലക്ച്വേഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം നടക്കുന്നത്. ഒന്നാമത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ഇക്വിറ്റി ബേസ് ഉള്ള ഒരു മാർക്കറ്റാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യൻ കമ്പനികൾക്ക്, പല കമ്പനികളും ഇന്ത്യയുടെ നിഫ്റ്റി ഉൾപ്പെടെ വലിയ വലിയ കമ്പനികൾ നോക്കി സ്മോൾ മീഡിയം എന്റർപ്രൈസിൽ നോക്കുകയാണെങ്കിലും പ്രൊമോട്ടറിന്റെ ഹോൾഡിംഗ് വളരെ ഹൈ ആണ്. അതായത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് പ്രൊമോട്ടർ എപ്പോഴും ട്രേഡ് ചെയ്യാറില്ലല്ലോ. അപ്പൊ പ്രൊമോട്ടറും ലാർജ് ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഏതാണ്ട് 40 തൊട്ട് 65, 70, 75% വരെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അവർ ഹോൾഡ് ചെയ്തേക്കാണ്. ബാക്കിയുള്ള 25 to 30, 35, 40% ആണ് നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും FISും ഒക്കെ മേടിക്കുന്നത് അതാണ്. അതായത് നമ്മുടെ ഇക്വിറ്റി ബേസ് വളരെ കുറവാണ്. പുറം രാജ്യങ്ങളിലൊക്കെ പ്രൊമോട്ടർ എന്നൊക്കെ പറയുന്നത്, പ്രൊമോട്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല. ഏറ്റവും ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ 16%, 18% ഒക്കെയാണ്. അതിന്റെ ആ കമ്പനികളുടെ ഏതാണ്ട് 70-75% ഷെയർസും ഫ്രീ ഫ്ലോട്ടാണ്, ട്രേഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വോളറ്റിലിറ്റി ഭയങ്കര കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റ് ക്ഷിപ്ര കോപിങ്, ക്ഷിപ്ര പ്രസാദിയാണ്. പെട്ടെന്നൊരു ബൈയിങ് വന്ന സ്റ്റോക്സ് 4-5% കയറും, പെട്ടെന്നൊരു സെല്ലിംഗ് വന്ന് 4-5% താഴേക്ക് വരും. എന്തുകൊണ്ട്? ഏതായാലും പ്രൊമോട്ടർ മാറ്റി വെച്ചിട്ടുള്ള ട്രേഡബിൾ ആയിട്ടുള്ള ഷെയർസ് ഇന്ത്യൻ മാർക്കറ്റിൽ കുറവാണ്. അവിടെയാണ് ഈ അൽഗോരിതം ട്രേഡ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻസ് വരാം. അതുകൊണ്ട് ട്രേഡിങ്ങിന് പറ്റിയ ഒരു മാർക്കറ്റ് അല്ല ഇത് എന്ന് നമ്മൾ പറയാൻ കാര്യം നമ്മൾ അതുകൊണ്ടാണ്. അതേസമയം ലോങ് ടേം ഇൻവെസ്റ്ററിനോട് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഒരു 8-10 സ്റ്റോക്ക് നിങ്ങൾ ഉണ്ടാക്കി പതുക്കെ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാം. എന്നാൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് സൂക്ഷിക്കണം എന്നുള്ള കോഷൻ നമ്മൾ കൊടുക്കാനായിട്ടുള്ള കാര്യം. 2, അനിൽ ചോദിച്ച പോലെ FMCG സ്റ്റോക്സ് തീർച്ചയായിട്ടും നോ ബ്രെയിനർ ട്രേഡാണ്. അതായത് ഗ്ലോബലി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാ എക്സ്പേർട്സും വന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസിലേക്ക് പോകുക എന്നുള്ളത് അത് കറക്റ്റ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസിലേക്ക് പോകുക. ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസ് എന്ന് പറയുന്നത് FMCG, കൺസംഷൻ സ്റ്റോക്ക്, ഹോസ്പിറ്റൽ സ്റ്റോക്ക്, ഏവിയേഷൻ സ്റ്റോക്സ്, അല്ലെങ്കിൽ ഈ ഫുഡ് ഡെലിവറി കമ്പനീസ്, ഇതൊക്കെയാണ് നമ്മൾ, അതായത് ഗ്ലോബൽ എക്കണോമി ആയിട്ട് യാതൊരു രീതിയിലും വരുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 10-14 ദിവസമായി. അതായത് ഈ ട്രേഡിലേക്കൊക്കെ പൈസ കയറി കാണും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ടാരിഫ് കാരണം കുറച്ച് സ്റ്റോക്കുകൾ മറ്റേ വശത്ത് താഴേക്ക് പോയിട്ടുണ്ടല്ലോ. എക്സ്പോർട്ട് ഓറിയന്റഡ് കമ്പനിയൊക്കെ ഏതാണ്ട് 35%, 40% താഴെ വന്നിട്ടുണ്ടല്ലോ. ഇനി ടാരിഫിൽ ആ ഒരു നെഗോസിയേഷനിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരികയാണെങ്കിൽ ഏത് സ്റ്റോക്ക് ആയിരിക്കും കയറുന്നത്? FMCG സ്റ്റോക്ക് ആയിരിക്കുമോ കയറുന്നത്? അതായത് അതോ ടാരിഫ് കാരണം ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്കുകളായിരിക്കുമോ തിരിച്ചു വലിക്കാൻ പോകുന്നത്? ആയിരിക്കാം. ഞാൻ ഇത് പോസിബിലിറ്റി മാത്രമേ പറയുള്ളൂ. ഞാൻ അതിനകത്ത് കൂടുതൽ ഓപ്റ്റിമിസം ബിൽഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് FMCG സ്റ്റോക്സ്, ഓഫ് കോഴ്സ് FMCG സ്റ്റോക്സ് എന്ന് പറയുന്ന പ്രൈസിംഗ് പവറുള്ള ഒരു സെക്ടറാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, മാരിക്കോ, ഡാബർ, ITC പോലെയുള്ള സ്ട്രോങ് കമ്പനീസുകളാണ്. ബട്ട് അതൊന്നും വളരെ ചീപ്പ് വാല്യുവേഷൻസിലൊന്നും അല്ല ട്രേഡ് ചെയ്യുന്നത്. മേ ബി ടെക്നിക്കലി അതിനകത്തൊരു ഇപ്പൊ ഒരു മീഡിയം ടേമിൽ ചിലപ്പോൾ അതിനകത്തൊരു പ്രൈസ് ആക്ഷൻ വോളിയൂം ഒക്കെ അതിനൊരു ഫേവറബിൾ ആയിട്ട് കണ്ടേക്കാം. ബട്ട് എനിക്ക് അറിയില്ല അതെങ്ങനെയാണ്, ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നത് ശരിയല്ല. ബട്ട് ഈവൻ തന്നെ എനിക്ക് അന്വേഷണം ചെയ്യുന്ന അറിയാന്നുള്ളൊരു വേറൊരു സെക്ടർ ഉണ്ട്. കാര്യം ഞാൻ അതിനെ ബേസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്നറിയോ, അതായത് ഇന്ത്യയിൽ
ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ സെക്ടറിൽ നമ്മൾ 2-3 മെയിൻ കമ്പനീസ് ആണല്ലോ നമ്മൾ സാധാരണ പറയാം. ഒന്ന് നമ്മളെ മലയാളി കമ്പനിയുടെ ആസ്റ്റർ ഡി എൻ, എന്നാൽ ഏറ്റവും വലിയ കമ്പനിയായ അപ്പോളോ ഹോസ്പിറ്റൽ, മാക്സ് ഹോസ്പിറ്റൽ, ഫോർട്ടീസ് ഹോസ്പിറ്റൽ, മലർ ഹോസ്പിറ്റൽ, ഇപ്പൊ കുറെയൊക്കെ എന്താ പറയുക ചെറിയ ഹോസ്പിറ്റൽസും ലിസ്റ്റ് ചെയ്തിട്ടാണ് നാരായണ ഹെൽത്ത് കെയർ ഇങ്ങനെയൊക്കെ സ്മോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിൽ ചെയ്തിട്ടുണ്ട്. സി ഡിഫൻസ് ഈ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2-3 കാര്യങ്ങൾ. ഒന്ന് FMCG, ഞാനിത് ക്ലീഷ തിരിച്ചു പറഞ്ഞു, ഞാൻ വീണ്ടും അത് പ്രിസൈസ്ഫുൾ ആക്കാനായിട്ടാണ് പറയുന്നത്. അതായത് FMCG സ്റ്റോക്ക്, ഡൊമസ്റ്റിക് കൺസംഷൻ സ്റ്റോക്ക്, ഫുഡ് ഡെലിവറി സ്റ്റോക്ക്, എയർപോർട്ട് ആൻഡ് ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റൽ സെക്ടേഴ്സ്. ഇത്രയും നാൾ ഹോസ്പിറ്റൽ സെക്ടറിന് അത്രയും വലിയൊരു FMCG പോലത്തെ ഒരു പവറോ അല്ലെ അങ്ങനെ ഒരു വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് ബേസ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടില്ല. അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിലെ പ്രൊമോട്ടേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു ചാനലിൽ കേൾക്കാൻ സാധിച്ചു. അവർ പറയുന്നത് 6000 കോടി രൂപയുടെ എക്സ്പാൻഷനാണ് അവർ വെച്ചേക്കുന്നത്. 6000 കോടിക്കുള്ള ബെഡ് അഡീഷൻ. കാര്യം അവിടെ റവന്യൂ പെർ ബെഡാണ്. ഒരു ബെഡിന് എത്രത്തോളം റവന്യൂ കിട്ടും എന്നുള്ളതാണ് അവരൊരു മെട്രിക്. നമ്മൾ സാധാരണ എയർലൈൻ കമ്പനീസിന് റവന്യൂ പെർ സീറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ പെർ ബെഡാണ് വരുന്നത്. അതായത് 6000 കോടിയുടെ, അതായത് ബെഡ് ഇൻക്രീസ് ചെയ്യാൻ 6000 കോടിയുടെ എക്സ്പാൻഷൻ ആയിട്ട് അവർ പോകുന്നത്. നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിനകത്ത്. അപ്പോളോ 24/7 എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ട് ഈ ഓൺലൈൻ ഫാർമസി സെല് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല നിവ ബൂപ്പെ ആയിട്ടാണെന്നുണ്ട് അവർ ടൈപ്പ്. പണ്ട് അപ്പോളോയ്ക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അവരത് HDFC എർഗോന് വിറ്റു. അപ്പോളോ മ്യൂണിക് ആയിരുന്നു, മ്യൂണിക് ബേസ്ഡ് ജർമ്മൻ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനി ആയിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടായിരുന്നു. അത് പെയർ ചെയ്തിട്ട് അവർ ഏതാണ്ട് HDFC എർഗോനാണ് അത് വിറ്റതെന്നുള്ളൂ. ഇപ്പൊ പല ഇൻഷുറൻസ് കമ്പനിയുടെയും പ്രോഡക്ട്സ് ഈ ആപ്പിലേക്ക് 24/7 കൊണ്ടുവരുന്നുണ്ട്. മാക്സ് ഹോസ്പിറ്റൽ അഭയ് സോയ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ ആണ് അതിന്റെ പ്രൊമോട്ടർ ആൻഡ് CEO എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ പ്ലാനും വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് ഇക്വിറ്റി നടത്തും പോലെയാണ് മാക്സ് ഹോസ്പിറ്റൽസിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള. ആസ്റ്റർ DM നമുക്കറിയാം, അടുത്ത കാലത്ത് ഒരുപാട് കേരള ബേസ്ഡ് കമ്പനിയാണ്. അതിനകത്ത് ഒരുപാട് ന്യൂസ് വന്നിട്ട് അതും പെർഫോമർ ആയിരുന്നു. ഏതാണ്ട് 14 തൊട്ട് 12-17% വരെയൊക്കെ ഈ സ്റ്റോക്സ് ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിലും പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് ടെയിൽ വിൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് ന്യൂസ് അതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് കോൺഫിഡന്റ് ആണ്, ഡൊമസ്റ്റിക് ഓറിയന്റഡ് ടീമാണ്, FISന് ബൈ ചെയ്യാൻ പറ്റിയ ഒരു സെക്ടറാണ്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ ഒരു ലോങ്ങർ ടേം ട്രെൻഡും ഒരു മീഡിയം ടേം ട്രെൻഡും അനില വഴി എനിക്കൊന്ന് അനീഷിനെ ഇന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഹോസ്പിറ്റൽ സെക്ടറിന്റെ കാര്യം. സനീഷ് സാറിലേക്ക് വരികയാണ്. സർ, ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസിലേക്കാണ് വരുന്നത്. കാരണം ഇപ്പോൾ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളെ വളരെ പോസിറ്റീവായിട്ടുള്ള കമന്ററി ഒക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലേക്കാണ് ഓഹരികൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7030.50 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഓഹരികൾ എത്തിയിരിക്കുന്നത്. പക്ഷേ മാർച്ച് 17 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു നേരിയ തോതിലെങ്കിൽ പോലും നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. ഇതിനിടയിൽ ധാരാളം തവണ പലപ്പോഴും ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഇടിഞ്ഞപ്പോൾ പോലും ഒരുപക്ഷെ എനിക്ക് തോന്നിയ ഓഹരികൾക്ക് ഒരു അല്പം കൂടി കരുത്ത് കാട്ടി ഒരു ഡിഫൻസീവായിട്ട് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വളരെ പോസിറ്റീവാണ്. സുരേഷ് സാർ ഇത് എടുത്തത് തന്നെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇതില് നമ്മൾ ഹോസ്പിറ്റൽ മാത്രമല്ല, ഈ ഹോസ്പിറ്റല് ഇൻഷുറൻസ് ഒക്കെ സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ നമ്മള് EMI കൊടുത്തിട്ടാണ് ലൈഫ് സ്റ്റൈൽ EMI ഒക്കെ വളരെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ബജാജ് ഫിനാൻസ് എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ബിസിനസ് കയറിയാതെ പോസിറ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്? ലൈഫ് സ്റ്റൈലിലേക്ക് EMI കൊടുക്കുന്നു. അങ്ങനെയുള്ള, അതായത് ഹോസ്പിറ്റലുമായി റിലേറ്റ് ചെയ്യുന്ന ഫിനാൻസ് സപ്പോർട്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് നമ്മൾ എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കാണേണ്ടതാണ്. അപ്പൊ ഈ സെക്ടറിലുള്ള കമ്പനികൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ മുമ്പ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അസുഖങ്ങൾ വന്നിട്ടായിരുന്നു, ഇപ്പോൾ അത് വെൽനസ് ട്രീറ്റ്മെന്റ് എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് ടെസ്റ്റിംഗ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളുടെ കൺസെപ്റ്റിലും വന്ന ചേഞ്ച് തന്നെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കും. നമുക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോളോ ഹോസ്പിറ്റലിന്റെ ടെക്നിക്കലിലേക്ക് വരാം. വളരെയധികം കറക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ നടന്നു. 7400 ആയിരുന്നു അതിന്റെ ടോപ്പ്. അവിടെ നിന്ന് ഒരു വലിയൊരു കറക്ഷൻസ് ആണ് ഈ സ്റ്റോക്സിൽ സംഭവിച്ചിരുന്നത്. ഏകദേശം 6000 പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ 7000 കയറി വന്നത്. ഇതാണ് ഒരു ഷോർട്ട് ടൈം വ്യൂവിൽ ആ സ്റ്റോക്സിൽ ഇപ്പോൾ നമുക്ക് ആൾറെഡി സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മളൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് റിക്കവറി ആണ് നമുക്ക് ദൃശ്യമാവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പോസിറ്റീവ് ടോണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 7500 ആണ് അല്ലെങ്കിൽ 7400 ആണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഉള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് കഴിയും. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ്. 6600 ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഇപ്പൊ ആക്ട് ചെയ്യുന്നത്.
പോസിറ്റീവ് ആണ്. വോളിയം അതിനെ കൺഫേം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫൻസീവ് ബൈയിങ് എന്നുള്ള ലെവലിലുള്ള മാക്രോ ലെവലിലുള്ള ഒരു കൺസെപ്റ്റും ഇതിലേക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ധാരാളം ഫണ്ട് തന്നെ ഈ മേഖലയിൽ, അതായത് ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലേക്ക് ഫണ്ട് ചേസ് ചെയ്യുന്നുണ്ട്. അതായത് ഫോറിൻ ഫണ്ട്സ് എല്ലാം തന്നെ ഇവർ ചേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ വളരെയധികം ഓപ്പർച്യൂണിറ്റി. അതേപോലെ ചേസ് ചെയ്തിരുന്നത് ഞാൻ കണ്ടിരുന്നത് ഒരു റീറ്റെയിൽ സെക്ടറിനെയാണ്. റീറ്റെയിൽ സെക്ടറിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഒരുപാട് ഫണ്ടുകൾ അത് ചേസ് ചെയ്തിരുന്നു. എല്ലാം നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് നിന്നതെല്ലാം തന്നെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് റീറ്റെയിൽ മേഖലയെ കൊണ്ടുവരാനായിട്ട് ഈ ഫണ്ടുകൾക്കെല്ലാം സാധിച്ചു. അതേപോലെ തന്നെയാണ് ഒരു എഫേർട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സുകളെല്ലാം തന്നെ കോർപ്പറേറ്റ് വൽക്കരിക്കുക, അതേപോലെ തന്നെ ഓർഗനൈസ്ഡ് എന്നുള്ള ഒരു സെക്ടറിലേക്ക് കൊണ്ടുവരികയും അതുവഴി മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാനും ഡെവലപ്മെന്റ് ആക്ടിവിറ്റികൾ നടത്താനും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് വളരെ നല്ലൊരു മേഖലയാണ്. വളരെ പോസിറ്റീവാണ് ഞാൻ. അത് ഈ അപ്പോളോ ഹോസ്പിറ്റൽ പോലെ തന്നെ ഞാൻ ഈ മേഖലയിൽ ഫണ്ട് ചെയ്യുന്ന കമ്പനികളും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ. സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, സാർ ഇപ്പൊ അനീഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഈ ഹോസ്പിറ്റൽ ബിൽസിന് EMI അടക്കമുള്ള അത്തരത്തിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ബിസിനസ് മോഡലുകളും വളരെ ന്യൂജൻ ഐഡിയാസും ഒക്കെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ വെറും ഒരു മെഡിക്കൽ ടൂറിസം കൂടി ഈ ഭാഗത്തു നിന്നൊക്കെ വലിയ തോതിലൊരു പല ലെയേഴ്സിലാണ് ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ ബിസിനസ് നടക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതലായിട്ട് ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു ഓവർവ്യൂ എന്താണ്? അനില, ഇപ്പോ ഹോസ്പിറ്റലിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അനീഷ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്നുള്ളത്. ഞാൻ വേറൊരു കാര്യം, ഞാൻ ഈ FMCG സ്റ്റോക്കുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ FMCG നമ്മൾ ഏത് ന്യൂസ് ആർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും ബ്രോക്കർ റിപ്പോർട്ട്സ് ആണെങ്കിലും FMCGക്ക് പോസിറ്റീവായിട്ട് പറയുന്ന ടെയിൽ വിൻഡ് എന്താണെന്നറിയോ? പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം അവർ പറയുന്നത് വെച്ചാൽ ഇനി വരാൻ പോണ മൺസൂൺ ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വളരെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് തരുന്നത്. അത് കാരണം വേണമെന്നുള്ളത്. പക്ഷെ എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യം, ഞാനിത് നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്നത് FMCG മോശമാണെന്നുള്ള. FMCGയിൽ പൊതുവെ ഒരു വാല്യുവേഷൻ കംഫർട്ട് ഉണ്ടെന്നും ഞാൻ പറയില്ല. അത് ഇത്തിരി ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെ പല FMCG സ്റ്റോക്കും നിൽക്കുന്നത് എന്നുള്ള. ഇന്നാള് ഞാൻ ഒരു കഴിഞ്ഞ മാസം ഞാൻ ഒരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. അത് ഈ ഇൻഡസ്ട്രി ചേംബറിന്റെ ഒരു റിസർച്ച് വിങ്ങിന്റെ ആണ്. ആ റിസർച്ച് വിങ്ങിനെ പറയുന്നത് PHDCCI എന്നാണ്. അവരുടെ ഒരു റിപ്പോർട്ട് അവർ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യാസ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം സെക്യൂരിറ്റി ടു സർപ്ലസ്. അതിനെക്കുറിച്ചാണ് അവരൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അതൊരു വലിയൊരു സ്റ്റഡിയാണ്. അവർ എത്രയോ കൊല്ലമെടുത്ത് പല ആൾക്കാരെടുത്ത് സംസാരിച്ച് പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനടുത്ത്, ഗവൺമെന്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓർഗനൈസേഷൻസ്, ഫാർമർ യൂണിയൻസ്, ഫാർമേഴ്സ്, ഫാം എക്യുപ്മെന്റ് സപ്ലയർ, ഫെർട്ടിലൈസർ സപ്ലയർ, അല്ലെങ്കിൽ സോയിൽ മാനേജ്മെന്റ് കമ്പനീസ്, സോയിൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇവരടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് ഇവർ ഇന്ത്യാസ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഫുഡ് സെക്യൂരിറ്റി ടു സർപ്ലസ് അല്ല. അവരുടെ സ്റ്റഡി അനുസരിച്ച് അവർ പറയണമെന്നറിയോ, ഇപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമ്മൾ സാധാരണ എന്താ പറയുക, മൺസൂൺ നല്ലതാണെങ്കിൽ അഗ്രികൾച്ചർ നല്ലതാണ് അല്ലെ? മൺസൂൺ മോശമാണെങ്കിൽ അഗ്രികൾച്ചർ മോശമാണ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകളുടെ, അതായത് ഔട്ട്പുട്ടായിട്ട് വരുന്ന സാധനങ്ങളുടെ വില കൂടാം. ആ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ FMCG കമ്പനീസിന് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു മാർജിൻ പ്രഷർ വരും. അവർക്ക് അത് കസ്റ്റമറിന് പാസ് ചെയ്യേണ്ടി വരും. ഇൻഫ്ലേഷൻ കൂടും എന്ന രീതിയിലാണ് നമ്മൾ ഈ യൂഷ്വൽ സസ്പെക്ട് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ബട്ട് ഇവരുടെ സ്റ്റഡിയുടെ പ്രത്യേകത എന്ന് പറയുക, അവർ പറയുന്നത് വെച്ചാൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനും പുവർ റെയിൻഫോളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ്. അവരൊരു ബന്ധമുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. അതുകൊണ്ട് ഒരു നല്ല ഒരു മൺസൂൺ എന്ന് പറയുന്നത് ഫുഡ് ഗ്രെയിൻ ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അവർ പറയുന്ന റീസൺസ് 4 റീസൺസ് ആണ്. അതായത് പ്രൈസിന് തന്നെ 3 റീസൺസ്. ഒന്ന്, ഇലക്ട്രിസിറ്റി കൺസംഷൻ, എത്രത്തോളം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് ഡയറക്റ്റ് കോറലേഷൻ ആണ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു കാര്യത്തിന്. രണ്ടാമത്, വെയർ ഹൗസിംഗ് കപ്പാസിറ്റി, എത്രത്തോളം വെയർ ഹൗസിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. 3, ഗ്രോസ് ഇറിഗേറ്റഡ് ഏരിയ, എത്രത്തോളം ഇറിഗേഷന് ഉപയോഗപ്രദമായിട്ടുള്ള ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നിശ്ചയിച്ചിരിക്കും ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ ഔട്ട്പുട്ട്. അല്ലാതെ റെയിൻഫോൾ ആയിട്ടുള്ള കോറലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇത് വളരെ ഓതന്റിക് ആയിട്ടുള്ള സ്റ്റഡി കേട്ടോ. അതിൽ അങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മളൊരു സ്റ്റഡി ഒരു സ്ഥലത്ത് നിലനിൽക്കുകയും മറ്റുള്ള ബ്രോക്കേഴ്സും എക്സ്പേർട്ടും എല്ലാവരും പറയുകയാണ് റെയിൻഫോൾ നന്നായി കഴിഞ്ഞാൽ FMCGക്കൊക്കെ നല്ലതാണ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നന്നായിട്ട് വരികയും ചെയ്യുമ്പോൾ ആ പാരഡോക്സ് നമ്മളൊന്ന് ജനങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് ഔട്ട്പുട്ട്, ചിലപ്പോൾ നന്നായിരിക്കാം തെറ്റായിരിക്കാം. പക്ഷേ 2 ഇൻഫർമേഷനും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നിരത്തുന്നു എന്നുള്ള. എനിക്ക് അനീഷിന്റെ ഇന്ന് ഒരു കാര്യം കൂടി ഇന്നത്തെ ദിവസം അറിയാൻ. കാര്യം നമ്മൾ ഇന്ന് കൂടുതലും നമ്മൾ ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താ, അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. അതായത് മാർക്കറ്റ് ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്തു. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ പോസിറ്റീവ് ന്യൂസ് ആയിരിക്കാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സെക്ടറിനായിരിക്കാം ബെനിഫിറ്റ്? അത് മാത്രമല്ല ഒരു ബേസിസും കൂടെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചു, ലീഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ഇൻ ദ കറന്റ് റാലി. അങ്ങനെയാണ് ഏതൊക്കെ സെക്ടർ എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ലോൺ
സെക്ടറിനെ കുറിച്ച് നമ്മൾ ഒന്ന് തൊട്ട് സംസാരിച്ചു. രണ്ടാമത് നമ്മളിപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറിനെ സംസാരിച്ചു. മൂന്നാമതൊരു സെക്ടറിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്റർ ഗ്ലോബ് ഏവിയേഷന്റെ, അതായത് അടുത്ത കാലത്ത് ഡെൽറ്റ എയർലൈനിനെക്കാളും വാല്യൂബിൾ കമ്പനി, ഏതാണ്ട് ഡെൽറ്റ എയർലൈൻ പോലെ തന്നെ വലിയ എഫിഷ്യന്റ് കമ്പനിയായി മാറി എന്ന് പറഞ്ഞ ന്യൂസ് നമ്മൾ വായിച്ചിട്ട് 2 ആഴ്ച ആയുള്ളൂ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള എയർലൈനാണ്. അപ്പൊ ഇൻഡിഗോ എന്ന് പറയുന്നതിന്റെ ബിസിനസ് മോഡൽ, അതിനകത്ത് അതിന്റെ സൈസിനെക്കാളും, അതായത് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് എന്നോ ഇൻഡസ്ട്രി സൈസ് എന്നോ നോക്കാതെ അതിന്റെ ബിസിനസ് മോഡൽ എഫിഷ്യന്റ് ആയി എന്നുള്ളൊരു അനാലിസിസ് ആണ് അതിനകത്ത് വന്നത്. അത് മാത്രമല്ല, ഇന്റർ ഗ്ലോബിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂസുകളും വളരെ പോസിറ്റീവായിട്ടൊന്ന് വളരെ നല്ല ടെയിൽവിൻഡ് ഉള്ള ഒരു കമ്പനിയാണ്. എസ്പെഷ്യലി നമ്മളൊരു കാര്യം ആലോചിക്കണം, ഈ ഡിസംബർ ടു മാർച്ചിലാണ് കുംഭമേള സംഭവിച്ചത്. കുംഭമേളയ്ക്ക് അഭൂതപൂർവമായ, അതായത് ആൾക്കാർ പല രീതിയിലും മധ്യപ്രദേശ് വഴിയും ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട്, ഒറീസ വഴി പോയിട്ടുണ്ട്, ഡൽഹി വഴി പോയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും കണക്ഷൻ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒക്കെ ജനങ്ങൾ കുംഭമേള അറ്റൻഡ് ചെയ്തതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കണ്ടു. അത്രമാത്രം എയർ ട്രാഫിക് കിട്ടിയ ഒരു സമയം തന്നെയായിരുന്നു. ഒരുപാട് ട്രാവൽ, വെക്കേഷൻ ടൈം, അതെല്ലാം കൂടെ ചേർത്ത് നല്ല ഒരു രീതിയിലുള്ള ടൈമിലുള്ള ഒരു സെക്ടറാണ് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, അല്ലെങ്കിൽ ഏവിയേഷൻ സെക്ടർ. ആ ഏവിയേഷൻ സെക്ടറിൽ ഇന്റർ ഗ്ലോബിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കും, അത് മാത്രമല്ല ഈ GMR എയർപോർട്ട്, ഡൽഹി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിയാൽ, വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട് ആണെന്ന് പറയപ്പെടുന്നത് കേട്ടോ. നോയിഡ അടുത്ത എയർപോർട്ട് വരുന്നത് ഇവർക്കൊരു ചലഞ്ചാണെന്ന് പറയണമെങ്കിലും അവർക്ക് ട്രാഫിക്കിനൊന്നും യാതൊരു കുറവും വരില്ല. ടെർമിനൽ 1, ടെർമിനൽ 2 തിരക്ക് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പൊ GMR എയർപോർട്ട്സ്, ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ, അഡാനി എന്റർപ്രൈസസിൽ അഡാനിയുടെ എയർപോർട്ട്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് ട്രിവാൻഡ്രം എയർപോർട്ട്. ഈ 3 സ്റ്റോക്കുകളുടെയും ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് അനീഷിന്റെ അറിഞ്ഞാക്കോളാം. യെസ്, ഏതായാലും സർ ടെക്നിക്കൽ ഔട്ട്ലുക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സമയപരിമിതി മൂലം ഇവിടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് എത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ഓൾറെഡി 10:30 എത്തിയിരിക്കുകയാണ്. ഏതായാലും ആ ഡീറ്റെയിൽസിൽ നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ സർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ 9:30 മൈഫിൻ ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.